യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കുന്ന മനുഷ്യാവകാശ വിരുദ്ധ യാഥാസ്ഥിതിക നയങ്ങൾക്കെതിരെ സ്വന്തം രാജ്യത്തും യൂറോപ്യൻ നഗരങ്ങളിലും വ്യാപക പ്രതിഷേധം. യുഎസിലെ 50ഓളം സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി കൂറ്റൻ പ്രകടനങ്ങൾ നടത്തി. വിവാദ നയങ്ങൾക്കെതിരെ 10,000-കണക്കിന് പേരാണ് പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. 50 സംസ്ഥാനങ്ങളിലായി 1200-ലധികം സ്ഥലങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പൗരാവകാശ പരിസ്ഥിതി സംഘടനകൾ, തൊഴിലാളി യൂണിയനുകൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, അഭിഭാഷകർ, പലസ്തീൻ അനുകൂലികൾ, സ്ത്രീ സംഘടനകൾ എന്നിവരുൾപ്പെടെ 150-ലധികം ഗ്രൂപ്പുകൾ റാലികളിൽ അണിനിരന്നു. ഹാൻഡ്സ് ഓഫ് എന്ന പേരിലാണ് റാലികൾ നടത്തിയത്. ട്രംപിന്റെ യുഎസ് പ്രസിഡന്റ് സ്ഥാനത്തെ 2ാം ടേമിൽ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രതിഷേധമായി റാലികൾ മാറി. വാഷിംഗ്ടൺ, ന്യൂയോർക്ക്, ഹൂസ്റ്റൺ, ഫ്ലോറിഡ, കൊളറാഡോ, ലോസ് ആഞ്ചലസ് തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ 10,000-ങ്ങൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ട്രംപിന് ഭ്രാന്താണെന്ന് ആരോപിക്കുന്ന പ്ലക്കാർഡുകളുമായാണ് ആയിരക്കണക്കിന് ആളുകൾ പ്രകടനത്തിനെത്തിയത്. യുഎസ്എക്ക് രാജാവില്ല തുടങ്ങിയ പ്ലക്കാർഡുകളും പ്രതിഷേധങ്ങളിൽ ഉയർന്നു. വാഷിംഗ്ടണിലെ റാലിയിൽ 20,000 പേർ പങ്കെടുത്തതായി സംഘാടകർ അവകാശപ്പെട്ടു. ലണ്ടൻ, പാരീസ്, ബെർലിൻ, ഫ്രാങ്ക്ഫർട്ട് തുടങ്ങിയ യൂറോപ്യൻ നഗരങ്ങളിൽ നടത്തിയ പ്രകടനങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഫെഡറൽ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ, അനധികൃത കുടിയേറ്റക്കാരുടെ മനുഷ്യദുരിതമായ നാടുകടത്തൽ, ട്രാൻസ്ജെൻഡർ നയം, താരിഫ് നയം, ഗർഭചിത്ര വിരുദ്ധ നിയമങ്ങൾ, സാമൂഹ്യ ക്ഷേമ പദ്ധതികളെല്ലാം ഇല്ലാതാക്കുക, ആരോഗ്യ പരിപാടികൾക്കുള്ള ഫെഡറൽ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ പരിഷ്കാരങ്ങൾക്കെതിരെയാണ് പ്രക്ഷോഭമെന്നും മനുഷ്യാവകാശ പ്രവർത്തകനായ കെല്ലി റോബിൻസൺ പറഞ്ഞു. സർക്കാർ കാര്യക്ഷമത വകുപ്പിന്റെ തലവൻ എന്ന നിലയിൽ ഇലോൺ മസ്ക് സർക്കാരിന്റെ നയങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ട്രംപിനും മസ്കിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും സഖ്യകക്ഷികൾക്കും വളരെ വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് പ്രതിഷേധ പ്രകടനങ്ങളെന്നും സംഘാടക ഗ്രൂപ്പുകളിൽ ഒന്നായ ഇൻഡിവിസിബിളിന്റെ സ്ഥാപകൻ എസ്ര ലെവിൻ പറഞ്ഞു. ഏകദേശം 6 ലക്ഷം പേർ പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായെന്നാണ് റിപ്പോർട്ട്. പ്രകടനങ്ങളെല്ലാം ഏറെക്കുറെ സമാധാനപരമായിരുന്നു. പ്രായമായവർ മുതൽ ചെറിയ കുട്ടികൾ വരെ മാതാപിതാക്കൾക്കൊപ്പം പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കുചേർന്നു. യുഎസിന്റെ ഭരണം പരോക്ഷമായി മസ്ക് ഏറ്റെടുക്കുന്നതിലൂടെ അതൃപ്തിയും പ്രതിഷേധക്കാർ ഉന്നയിച്ചു. അതേസമയം അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ ആളിക്കത്തുന്ന പ്രതിഷേധങ്ങളെ വൈറ്റ് ഹൌസ് തള്ളിക്കളഞ്ഞു. തന്റെ നയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന നിലപാട് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അസിസ്റ്റന്റ് പ്രസ് സെക്രട്ടറി ലിസ് ഹൂസ്റ്റൺ പറഞ്ഞു.